ആഹാ, ചേട്ടത്തോടെ പോയതാ? ഞാനൊന്ന് പള്ളിയിൽ പോയതാ സാറേ. പിന്നെ കല്ലുമല ചന്തയിലും ഒന്ന് കേറി. മീൻ വല്ലതും കിട്ടിയോ? ആ കപ്പല് മറിഞ്ഞ ശേഷം നല്ല മീനൊന്നും വരുന്നില്ല. കുറച്ച് ആവോലി കിട്ടി, അതും തീ പിടിച്ച വില. ഇതിലും ഭേദം ഞങ്ങളുടെ ഹൈറേഞ്ചാ. കടൽ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും നല്ല പച്ചയ്ക്ക് പച്ച പുഴമീൻ കിട്ടും. പിന്നെ വെടിയിറച്ചിയും നല്ല പിടയ്ക്കുന്ന പച്ചക്കറിയും. സത്യം പറയാലോ, അവിടുത്തെ പച്ചവെള്ളത്തിന് പോലും ഒരു മധുരവാ. അത് നേരെ കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടാ നിങ്ങളുടെ ഹൈ റേഞ്ച്. ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്, വാഗമണ്ണും മൂന്നാറിലും ഒക്കെ. സാറേ, ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നിട്ട് ഒരു കാര്യമില്ല. അവിടൊക്കെ ചുമ്മാ സിമന്റ് കുഴച്ചു വെച്ചേക്കല്ലേ. ഇടുക്കിയുടെ സൗന്ദര്യം കാണണമെങ്കിൽ ഗ്രാമങ്ങളിൽ വരണം. ഞാൻ വന്നിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ, പണ്ടേ എന്റെ ട്രെയിനിങ് ടൈമില്. പിന്നെ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ നിങ്ങളുടെ ഹൈ റേഞ്ചിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ കോരിത്തോട് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഫേമസ് ആണല്ലോ. അതെ സാറേ, അവിടുത്തെ കുട്ടികളൊക്കെ താരമാകാൻ വേണ്ടി പഠിക്കുന്നതല്ല, 10-20 കിലോമീറ്റർ നടന്ന ദിവസവും സ്കൂളിലും ഞായറാഴ്ച പള്ളികളിലും ഒക്കെ പോകുന്നത്. അങ്ങനെ ഓടിയും ചാടിയും അവരൊക്കെ കായിക താരങ്ങളാകുന്നതാ. അല്ല, ക്ലാരമ്മ ചേട്ടത്തിക്ക് ഓട്ടം ചാട്ടം ഒന്നും ഇല്ലായിരുന്നു? ഓ, എന്നാ പറയാനാ സാറേ, എന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ വല്ലവന്റെ അടുക്കളയിലായിരുന്നു. വീട്ടിൽ 5-8-10 മക്കളും പ്രാരാബ്ദവും ഒക്കെ ആയിരുന്നേ. അമ്മച്ചി ഒരു അസുഖക്കാരിയായിരുന്നു. അപ്പച്ചൻ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളെ കളഞ്ഞിട്ട് പോവുകയും ചെയ്തു. പിന്നെ ജീവിക്കണ്ടായോ? അമ്മച്ചി പിള്ളേരെ ഓരോരുത്തരായിട്ടൊക്കെ അങ്ങ് വേലയ്ക്ക് നിർത്തി. വയ്യെങ്കിലും അമ്മച്ചിയും പണിയെടുക്കും കേട്ടോ. അങ്ങനെ അമ്മച്ചിയും ഞാനും കുറെ കാലം ഒരു അച്ഛന്റെ സെമിനാരിയിൽ കുശിരിക്കാരായിരുന്നു. അവിടുന്നാ ഞാൻ ഈ പാചകപ്പണിയൊക്കെ പഠിച്ചത്. അപ്പൊ ഈ അമ്മച്ചിയും കൂടപ്പുറപ്പൊക്കെ ഇപ്പൊ? അമ്മച്ചി മരിച്ചു 10-25 കൊല്ലമായി. പിന്നെ കൂടപ്പുറപ്പുകൾ ചിലരൊക്കെ വല്ലപ്പോഴും വിളിക്കും. ഓരോരുത്തർക്കും ഓരോ തിരക്കാ സാറേ. ചേട്ടത്തി കല്യാണം കഴിച്ചില്ലേ? ഓ, അതൊരു മെഗാ സീരിയൽ കഥയാ സാറേ. അത് ഞാൻ പിന്നൊരിക്കൽ പറയാം. അല്ല ഏട്ടത്തി, നമ്മുടെ ആദ്യം പൂജ്യം കണ്ടുകൂട്ടിയത് ലൂയിസിന്റെ ബംഗ്ലാവിൽ വെച്ചാണെന്നല്ലേ പറഞ്ഞത്? അതെ സാറേ. അവര് എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു? അത് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല സാറേ. അതെ, ആ സമയത്ത് ഞാൻ കുറച്ചു ദിവസം പൈനാവിലുള്ള എൻ്റെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. ഞാനിങ്ങനെ വന്നും പോയി നിൽക്കുമ്പോൾ അവരെ കണ്ടിട്ടുണ്ടോന്നുള്ളതല്ലാതെ കൂടുതലൊന്നും എനിക്കറിയത്തില്ല സാറേ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ആ അടുപ്പമൊന്നും അല്ലല്ലോ? അത് പിന്നെ സാറേ, എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരുപാട് കാലത്തെ ബന്ധമൊന്നും വേണ്ട ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ. അല്ല, അവര് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരന്വേഷിച്ച് ആരെങ്കിലും വന്നതായിട്ട് അറിയാമോ? എനിക്കതറിയാൻ പറ്റത്തില്ല സാറേ. ഞാൻ എപ്പോഴും അങ്ങ് അടുക്കളയിലല്ലയോ. പുറത്താരെങ്കിലും വന്നാൽ തന്നെ ഡീൽ ചെയ്യുന്നത് മുതലാളിയല്ലേ. സാറേ, സാർ എന്നും ഇങ്ങനെ നടക്കാൻ പോവല്ലേ? വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ പോവും. നമ്മുടെ ജോലി ഇതൊക്കെ അല്ലേ, ആരോഗ്യം നിലനിർത്തണ്ടേ. ദത്തനോട് പറയുന്ന എന്റെ കുറ്റം വല്ലതുമാണ് ആയിരിക്കും. പൂജയുടെ ഉപദേശല്ലേ. നോക്കിക്കോ, ദത്തേട്ട് നടക്കാൻ പോയതല്ലേ? നിങ്ങൾ പള്ളി പോയതല്ലേ? അതെ. പിന്നെന്താ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്? ഞാൻ നടക്കാൻ പോയ വഴിയിലാണല്ലോ ക്ലാരമ്മയുടെ പള്ളി. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് നടക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ഒരു പള്ളിയെ കണ്ടിട്ടില്ലല്ലോ. അതിന് നീ എവിടെ നടന്നിട്ടുള്ളേ? നീ ലോകം അടിച്ചല്ലേ? നടക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഈ പറമ്പ് വിട്ട് നീ പുറത്തു പോകാറുണ്ടോ? പോയോ? നീ പറ മനുഷ്യ, ആ പെണ്ണുപിള്ള എന്താ നിങ്ങളോട് പറഞ്ഞേ? അതോ, നിന്റെ കുറെ കുറ്റങ്ങൾ. ഓഹോ, അതും കേട്ട് നിങ്ങളിങ്ങ് വന്നല്ലേ. ഭർത്തക്കമ്മനായാലേ കുറച്ചെങ്കിലും സ്നേഹം വേണം. അയ്യോ എന്റെ ആമി, നീ ഇത്രയും വലിയ വിവരം കിട്ടവളാണെന്ന് നീ അറിഞ്ഞില്ല. അതെ, എനിക്ക് വിവരമില്ല. വിവരമൊക്കെ അവൾക്കാണല്ലോ, ആ പൂജയ്ക്ക്. എന്റെ ഈശ്വരാ, കൊടുക്കാതെ പൂജ ചെന്ന് നിന്നോ? എടി, അവൾ എങ്ങനെ ഈ കഥയിൽ വന്നു? എന്റെ കൂടെ വന്ന ക്ലാരമയല്ലേ, പൂജ അല്ലല്ലോ. ഓ, എന്തിനാ അവളിങ്ങോട്ട് വരുന്നേ? അവള് പറഞ്ഞിട്ടല്ലേ ആ സ്ത്രീ വന്ന് ലോഹ്യം കൂടിയത്. എന്റെ ആമി നിന്നേ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ അവരും കൂടി ഓർക്കപ്പുറത്ത് വഴിയിൽ വെച്ചൊന്ന് കണ്ടു. ഒരേ വീട്ടിലേക്കല്ലേ പോകുന്നെന്ന് വിചാരിച്ച് ഒരുമിച്ച് നടന്നു. അതിലിപ്പോ എന്താ പ്രശ്നം? അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെയാ സംസാരിച്ചത്? അല്ല, എന്റെ കുറ്റമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. അതെന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാ കൊള്ളാം. സമ്മതിച്ചാമി. എങ്ങനെടാ ഉവ്വേ നിനക്ക് ഇങ്ങനെ ആവാൻ പറ്റുന്നേ?
വലിയ തമാശ ഒന്നും വേണ്ടാട്ടോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ കൂടി കയ്യിലെടുത്ത് എനിക്കെതിരെ കലാപം ഉണ്ടാക്കാൻ അവരുടെ ഉദ്ദേശം. എന്തിന്? അവർക്ക് അതിന് അത്രയും വലിയ ദാരിദ്ര്യമുണ്ട്. ഓഹോ, കാണിച്ചു തരാം ഞാൻ. ശ്ശോ, എനിക്ക് വയ്യ.